നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ മാറ്റുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലവിധ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന കേരളത്തെ രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് നോക്കുന്നതെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ആലപ്പുഴ ബീച്ചിൽ എൻ്റെ കേരളം പ്രദർശന വിപണനമേള ആരംഭിച്ചു. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മെയ് 12-ന് സമാപിക്കും. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് മുന്നോടിയായി ആലപ്പുഴയിൽ ഇടതുമുന്നണി റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിൽ നടന്ന റാലിയും സമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ബുധനാഴ്ച വത്തിക്കാനിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അമ്പലപ്പുഴയിൽ കുഞ്ചൻ ദിനാഘോഷം. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിലുള്ള കുഞ്ചൻ ദിനാഘോഷത്തിൻ്റെയും സ്മാരക മന്ദിരത്തിൻ്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. തലസ്ഥാനത്ത് സാംസ്കാരിക ഡയറക്ടറേറ്റ് ആരംഭിക്കുമെന്ന് സജി ചെറിയാൻ. പെരുമ്പളം നിവാസികളുടെ ചിരകാല സ്വപ്നം സഫലമാവുന്നു. പെരുമ്പളം പാലം യാഥാർത്ഥ്യത്തിലേക്ക്. സെപ്റ്റംബറിൽ പാലം നാടിന് സമർപ്പിക്കാൻ സാധ്യത. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ ആലപ്പുഴയിൽ ആരംഭിച്ചു. വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ മാറ്റുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുന്ന കേരളത്തെ രാജ്യവും ലോകവും വിസ്മയത്തോടെയാണ് നോക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ ഈ കാലയളവ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കാലയളവാണ്. നിപ്പയും ഓക്കിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും വലിയ ഇടവേളയില്ലാതെ ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും എല്ലാം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പം നമ്മുടേതുപോലുള്ള ഒരു നാട് തകർന്നു പോകുന്നതിന് ഇതിൽ പരം വേറെ ഒന്നും വേണ്ടായിരുന്നു. അത്ര കടുത്ത ആഘാതങ്ങളാണ് നമുക്കവ സമ്മാനിച്ചത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാടിന് ആ ഒരു ആപൽ ഘട്ടത്തിൽ ലഭിക്കേണ്ട സഹായം ലഭിക്കുന്ന നിലയുണ്ടായില്ല. ഏതൊരു ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ ബാധ്യതപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ ആ ഗവൺമെൻറ് നമ്മെ സഹായിച്ചില്ല. ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല. നിർഭാഗ്യകരമായ സമീപനമായിരുന്നു അത്. നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ ആകെ തകർത്തെറിയുകയായിരുന്നു. നമ്മെ നല്ലതുപോലെ നല്ല സ്നേഹത്തോടെ കാണുന്ന ലോകത്തിലെ ചില രാഷ്ട്രങ്ങൾ കേരളം എങ്ങനെ ഇനി അതിജീവിച്ച് വരും എന്ന് വേദനയോടെ ചിന്തിച്ചു. അവർ നമ്മെ സഹായിക്കാൻ ചിലരൊക്കെ മുന്നോട്ട് വന്നു. ഇന്ത്യ ഗവൺമെൻറ് ആ സഹായം തടഞ്ഞു. നിപ്പയും ഓഖിയും പ്രളയവും കാലവർഷക്കെടുതിയും കോവിഡും ഉൾപ്പെടെ നിരവധിയായ പ്രതിസന്ധികളാണ് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ നേരിടേണ്ടി വന്നത്. ഈ ഘട്ടത്തിലൊന്നും നമ്മെ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും സഹായിച്ചില്ല. മാത്രമല്ല സഹായങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. വിവിധ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് നാം മുന്നേറി. ഗെയിൽ പൈപ്പ് ലൈനും ദേശീയപാതയും വിഴിഞ്ഞം പദ്ധതിയുമൊക്കെ നാം യാഥാർത്ഥ്യമാക്കി. നമ്മുടെ കൂട്ടായ്മയും ഐക്യവുമാണ് അതിജീവനത്തിൻ്റെ കരുത്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ ലോകത്തിലെ അപൂർവം വൻ തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം പോർട്ട്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനകരമായൊരു പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് എൽ ഡി എഫ് സർക്കാർ ശക്തമായ നിലപാട് തന്നെ എടുത്തു. വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ മാറ്റും. സർവതല സ്പർശിയും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതവുമായ വികസന കാഴ്ചപ്പാടാണ് നാം ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി. മന്ത്രിമാരായ സജി ചെറിയാൻ, കെ ബി ഗണേഷ് കുമാർ, MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, അഡ്വക്കേറ്റ് U പ്രതിഭാഹരി, MS അരുൺകുമാർ, തോമസ് കെ തോമസ്, ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, കളക്ടർ അലക്സ് വർഗീസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 500ഓളം പേരും എത്തിയിരുന്നു. വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, കലാ സാംസ്കാരിക കായിക സിനിമാ രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, വ്യവസായ പ്രമുഖർ, സാമുദായിക നേതാക്കൾ, പ്രവാസികൾ തുടങ്ങിയവരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. ടൈം ന്യൂസ് ആലപ്പുഴ. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കം. മെയ് 12 വരെയാണ് വിപണന പ്രദർശനമേള സംഘടിപ്പിച്ചിട്ടുള്ളത്.
ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മുഖ്യമായ പരിഗണന എന്താണ്? ഗവൺമെൻറ്റിൻ്റെ മുൻഗണനകളിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഈ ചോദ്യം എല്ലാ കാലത്തും ഉയരുന്ന ചോദ്യങ്ങളാണ്. 1957 ഐക്യകേരളത്തിൻ്റെ പിറവിക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഗവൺമെൻറ് മുതൽ ആ ചോദ്യം ഉയരുന്നുണ്ട്. മുൻഗണനകളിൽ നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്താണ് എന്നുള്ളത്. ഈ ഗവൺമെൻറ്റിനും പറയാൻ കഴിയും, മുൻഗണനകളിൽ ഞങ്ങളെ സ്വാധീനിക്കുന്നത് സാധാരണക്കാരൻ്റെ മുഖവും മനസ്സുമാണ് എന്ന്. 1957 അധികാരത്തിലെത്തുന്ന ആദ്യത്തെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റാണ് കേരളത്തിൽ അധികാരമേറ്റെടുത്ത് 6-ാം നാൾ ഇനി ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന വിഖ്യാതമായ തീരുമാനം എടുത്തത്. കുടിയൊഴിപ്പിക്കൽ ഇല്ലാണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഒരു ലാഘവത്തോടുകൂടി മാത്രം കാണാൻ കഴിയുന്ന കാര്യമല്ല. 57 അരനൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള കാലഘട്ടമാണ്. ഈ നാട്ടിലെ ജന്മി തമ്പുരാക്കന്മാരുടെ പാടത്തിൻ്റെയും പറമ്പിൻ്റെയും മൂലയ്ക്ക് മാടങ്ങൾ കുത്തി കഴിയേണ്ടി വന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർ പാതിരാത്രിയെന്നോ പെരുമഴയെന്നോ ഇല്ലാതെ ജന്മി തമ്പുരാക്കന്മാർ അവരെ പെരുവഴികളിലേക്ക് ഇറക്കി വിട്ടത് കണ്ട് കേരളം ഉള്ളുപൊള്ളി വിളിച്ച ഒന്നാണ് കുടിയൊഴിപ്പിക്കൽ എന്ന്. 1957 അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചത് സാധാരണക്കാരുടെ മുഖവും മനസ്സുമായിരുന്നു എന്നുള്ളതുകൊണ്ട് അധികാരത്തിലേറിയ ആ ഗവൺമെൻറ് EMS സർക്കാർ 6-ാം ദിവസം എടുത്ത തീരുമാനം ഒരാളെപ്പോലും ഇനി കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നായിരുന്നു. ഇന്ത്യക്കാകെ മാതൃകയായി ആ നിലപാടും തീരുമാനവും എല്ലാം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പരിഗണന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രർ എന്നത് നമ്മുടെ സംസ്ഥാനത്തുണ്ടാവാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് തീരുമാനിച്ചു. മെയ് 12 വരെയാണ് പ്രദർശനമേള ഒരുക്കിയിട്ടുള്ളത്. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. PP ചിത്തരഞ്ജൻ MLA, H സലാം MLA, MS അരുൺകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ C എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, KLDC ചെയർമാൻ PV സത്യനേശൻ, ഇൻഫർമേഷൻ ഓഫീസർ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിൻ്റെ 4-ാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വൻ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിൽ നടന്ന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ബീച്ചിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്, നാടിൻ്റെ വികസനത്തിനാവശ്യമായ പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് നിലകൊള്ളേണ്ടത്. നിർഭാഗ്യവശാൽ UDF നേർവിപരീതമായ നിലയിലാണ് സഞ്ചരിച്ചത്. LDFന് നാടിനോട് പ്രതിബദ്ധതയുണ്ട്, ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും തടസ്സമായി നിന്നില്ല. നല്ല രീതിയിൽ നാം ആഗ്രഹിക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി R നാസർ സ്വാഗതം പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത XMB, മന്ത്രിമാരായ P പ്രസാദ്, സജി ചെറിയാൻ, MLAമാരായ PP ചിത്തരഞ്ജൻ, H സലാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, LDF നേതാക്കളായ സ്റ്റീഫൻ ജോർജ്, തോമസ് K തോമസ് MLA, ജയ്സപ്പൻ മത്തായി, I ഷിഹാബുദ്ദീൻ, ഡോക്ടർ KC ജോസഫ്, കൊല്ലങ്കോട് രവീന്ദ്രൻ നായർ, TN സുരേഷ് കോവളം, KV ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. സർക്കാരിൻ്റെ 4-ാം വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്ര മന്ത്രി സജി ചെറിയാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും അണിനിരന്നു.
സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സാമൂഹിക ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഉൾപ്പെടെ പങ്കെടുത്ത ജാഥ താളമേളങ്ങളാൽ വർണ്ണാഭമായി. നിശ്ചല ദൃശ്യങ്ങളും ലഹരിക്കെതിരെയുള്ള പ്ലക്കാർഡുകളും കൊണ്ട് ശ്രദ്ധേയമായി. ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ചേർന്നാണ് ജാഥ സംഘടിപ്പിച്ചത്. കളക്ട്രേറ്റ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ജാഥ ആലപ്പുഴ ബീച്ചിൽ സമാപിച്ചു. പ്രദർശന വിപണനമേള നടക്കുന്ന വേദിയിലാണ് വിളംബര ജാഥയ്ക്ക് സമാപനമായത്. കളക്ട്രേറ്റിൽ മന്ത്രി സജി ചെറിയാൻ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. പി ചിത്തരഞ്ജൻ MLA, കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ADM ആശാ C എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ലോക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ചയാണ് കോൺക്ലേവ് നടക്കുന്നത്. വത്തിക്കാനിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബിബിൻ ജോസ് ചേരും. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് നാളെ ആരംഭിക്കാനിരിക്കെ ലോകശ്രദ്ധ വീണ്ടും വത്തിക്കാനിലേക്ക്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രഹസ്യ വോട്ടെടുപ്പ് സമ്പ്രദായത്തിൽ വിശുദ്ധ പത്രോസിന്റെ 267ാമത് പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവാണ് നാളെ ആരംഭിക്കുന്നത്. നിലവിൽ ലോകമെമ്പാട് നിന്നുള്ള 252 കർദിനാൾമാരുണ്ട്. എന്നാൽ 133 പേർക്ക് മാത്രമാണ് ഇത്തവണ പോപ്പിന്റെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്. ഇവരിൽ 108 പേരെയും നിയമിച്ചത് ഫ്രാൻസിസ് പാപ്പയാണ്. ഈ കർദിനാൾമാരിൽ പലരും വത്തിക്കാന്റെ പരമ്പരാഗത യൂറോപ്യൻ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നതും ശ്രദ്ധേയമാണ്. നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ പങ്കെടുത്തതിന് ശേഷം കർദിനാൾമാർ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ഒത്തുകൂടും. വിഖ്യാത ചിത്രകാരൻ മൈക്കലാഞ്ചലോ വരച്ച ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമായ സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവുകൾ നടക്കുക. കോൺക്ലേവ് കാലയളവിൽ കർദിനാൾമാർ വത്തിക്കാൻ സിറ്റിയിലെ കാസ സാന്ത മാർത്ത ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. കോൺക്ലേവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ആരുമായും സംസാരിക്കുവാനും ഇവർക്ക് അനുവാദമുണ്ടാവില്ല. ഫോണുകൾ, പത്രങ്ങൾ, ടെലിവിഷൻ, ഇന്റർനെറ്റ് എന്നിവയും കോൺക്ലേവ് കാലയളവിൽ കർദിനാൾമാർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കോൺക്ലേവ് സമ്മേളിച്ച ഉടൻ തന്നെ ആദ്യ വോട്ടെടുപ്പ് നടക്കും. ഒരു സ്ഥാനാർത്ഥി 2/3 ഭൂരിപക്ഷം നേടുന്നതുവരെ തെരഞ്ഞെടുപ്പ് തുടരും. ഒരു ദിവസം രാവിലെയും ഉച്ചകഴിഞ്ഞുമായി 2 വീതം വോട്ടെടുപ്പുകളാണ് നടക്കുക. ഓരോ വോട്ടിംഗ് സെഷന്റെയും അവസാനം ബാലറ്റുകൾ ഒരു ചൂളയിലിട്ട് കത്തിക്കുന്നു. സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിലൂടെ കറുത്ത പുകയാണ് പുറത്തു വരുന്നതെങ്കിൽ ആർക്കും 2/3 ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമ്പലപ്പുഴയിൽ കുഞ്ചൻ ദിനാഘോഷം. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിലുള്ള കുഞ്ചൻ ദിനാഘോഷവും സ്മാരക മന്ദിരവും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. തലസ്ഥാനത്ത് സാംസ്കാരിക ഡയറക്ടറേറ്റ് രൂപീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും സ്ഥാപനമായി അതിൻ്റെ യൂണിവേഴ്സിറ്റി, അക്കാദമിക് സംവിധാനങ്ങൾ അടക്കമുള്ള മാറ്റം, സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, വൈലോപ്പള്ളി സംസ്കൃതം കേരളത്തിലെ ഓരോ സാംസ്കാരിക സ്ഥാപനങ്ങളും ആലപ്പുഴ ജില്ലയിലെ തകഴി സ്മാരകം, കുഞ്ചൻ സ്മാരകം, രാജാതിലോക സ്മാരകം അടക്കം ആലപ്പുഴ ജില്ലയിലെ ഓരോ സ്മാരകങ്ങളും അതിൻ്റെ പ്രവർത്തനം മികവുറ്റതാക്കുന്നതിനുള്ള സംഘടനാപരമായ ഇടപെടൽ അല്ലെങ്കിൽ ഭരണപരമായ ഇടപെടൽ ഗവൺമെന്റ് നടത്തുന്നതിന്റെ റിസൾട്ട് ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക എല്ലാ പറയുന്നത് ഒരുപാട് സാമ്പത്തിക പരിമിതികൾക്കുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ. പ്രഥമ കുഞ്ചൻ സാഹിത്യ പുരസ്കാരം M മുകുന്ദനും കുഞ്ചൻ തുള്ളൽ പുരസ്കാരം പാല KR മണിക്കും മന്ത്രി സമ്മാനിച്ചു. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന് തുള്ളൽ മ്യൂറൽ ചിത്രം സമ്മാനിച്ച ഡോക്ടർ ഉമ വേണു ഗോപാലിനെ മന്ത്രി ആദരിച്ചു. H സലാം MLA അധ്യക്ഷനായി. സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ N ഗോപിനാഥപിള്ള, സെക്രട്ടറി S പ്രദീപ്, കലാമണ്ഡലം പ്രഭാകരൻ, ഷീബ രാകേഷ്, ശോഭ ബാലൻ, A ഓമനക്കുട്ടൻ, സുഷമ രാജീവ്, KP കൃഷ്ണദാസ്, മുഞ്ഞിനാട് രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറേ നടയിൽ നിന്ന് സ്മാരകത്തിലേക്ക് സാംസ്കാരിക ഘോഷയാത്രയും ഒരുക്കിയിരുന്നു. അമ്പലപ്പുഴ സുരേഷ് വർമ്മയുടെ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലും പാല KR മണിയുടെ ഓട്ടൻ തുള്ളലും നടന്നു. ടൈം ന്യൂസ് അമ്പലപ്പുഴ. BJPയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്.
ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയവാദികളുടെ രക്തം ഈ മണ്ണിൽ വീഴുമ്പോഴൊക്കെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഈ മതമൗലികവാദികളെ, ഈ മത ഭീകരവാദികളെ, ഈ പാകിസ്ഥാൻ പന്നികളെ കെട്ടുകെട്ടിച്ചില്ല എങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സഹോദരങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുമെന്ന് അന്നും ഇന്നും എന്നും ചങ്കുരം പോലെ പറഞ്ഞ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ കാശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനെത്തിയ, പഹൽഗാം കുന്നുകളുടെ സൗന്ദര്യം ആസ്വദിക്കുവാനെത്തിയ ഒന്നുമറിയാത്ത 22 നിരപരാധികളെ ഈ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഈ മതഭീകരവാദികൾ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിക്കൊണ്ട് വെടിവെച്ചവരെ താഴെയിട്ടപ്പോൾ ഈ രാജ്യം ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും, പക്ഷെ ഈ കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലും വരുന്ന ഈ മതഭീകരവാദികൾക്ക് വേണ്ടി, ആ മതഭീകരവാദികൾക്ക് വേണ്ടി യാതൊരു നീണ്ടം നമ്മൾ കണ്ടു. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടത് വലതു മുന്നണികളുടെ നയം തുടർന്നാൽ കേരളം വൈകാതെ കാശ്മീരായി മാറുമെന്ന് അവർ പറഞ്ഞു. പഹൽഗാം ആക്രമണത്തെയും ഭീകരവാദികളെയും വെള്ളപൂശാനാണ് കോൺഗ്രസും CPM-ഉം ശ്രമിക്കുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനമാണ് കോൺഗ്രസും CPM-ഉം നടത്തുന്നതെന്നും അവർ ആരോപിച്ചു. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് PK ബിനോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK പരീഷ്, വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. നഴ്സസ് വാരാഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ H. സലാം MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മെയ് 12-ന് സമാപിക്കും. ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി ചികിത്സ തേടി എത്തി മടങ്ങിപ്പോകും വരെ, അവരെ സ്വീകരിക്കുന്ന മുതൽ മടങ്ങിപ്പോകുന്ന വരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും നിത്യമായ സാന്നിധ്യമായി നിലകൊള്ളുന്നവർ നേഴ്സുമാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നേഴ്സുമാർ ചെയ്യുന്ന ആ സർവീസ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആ ഒരു ചികിത്സാ സിസ്റ്റത്തെ നോക്കിയാൽ മനസ്സിലാവും ഒരു ശൂന്യതയായിരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. ഒരു നഷ്ടപ്പെട്ടു പോയാക്കാവുന്ന ജീവൻ തിരികെ പിടിക്കുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാ മുഹൂർത്തങ്ങളിലും, എല്ലാ ക്രിട്ടിക്കൽ മൂവ്മെന്റുകളിലും എല്ലാം നിങ്ങളുടെ ഒരു സർവീസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ജില്ലാ നഴ്സിംഗ് ഓഫീസർ ഇൻചാർജ് PG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ്, ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ വേണുഗോപാൽ, RMO ഡോക്ടർ ആശ മോഹൻദാസ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് നളിനി പ്രസാദ്, ദീപ, റസി, മോളി, ഷീനാലാൽ എന്നിവർ സംസാരിച്ചു. ജനറൽ ആശുപത്രി നഴ്സുമാരുടെ വിവിധ കലാരൂപങ്ങളും ദിനാചരണത്തിൻ്റെ ഭാഗമായി നടന്നു. ആഘോഷങ്ങൾ തിങ്കളാഴ്ച നഴ്സസ് റാലിയോടെ സമാപിക്കും. ടൈം ന്യൂസ് ആലപ്പുഴ. പെരുമ്പളം നിവാസികളുടെ ചിരകാല സ്വപ്നം സഫലമാവുന്നു. പെരുമ്പളം പാലം നിർമ്മാണം പൂർത്തിയായി. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. സെപ്റ്റംബറിൽ നാടിന് സമർപ്പിക്കാൻ സാധ്യത. പെരുമ്പളം നിവാസികളുടെ ചിരകാല സ്വപ്നം സഫലമാവുന്നു. പെരുമ്പളം പാലം നിർമ്മാണം പൂർത്തിയായി. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സെപ്റ്റംബറിൽ തുറന്നു നൽകാൻ കഴിഞ്ഞേക്കുമെന്ന് സൂചന. പാലം നിർമ്മാണം 95% പൂർത്തിയായി. പാലത്തിൻ്റെ പടിഞ്ഞാറേക്കരയായ വടുതല ജെട്ടി ഭാഗത്തെയും കിഴക്കേക്കരയായ പെരുമ്പളം പൂവന്തറ ഭാഗത്തെയും അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. പൂവന്തറ ഭാഗം ചതുപ്പ് പ്രദേശമായതിനാൽ തെങ്ങുകുറ്റി, ഗ്രാവൽ തുടങ്ങിയവ ഉപയോഗിച്ച് 150 മീറ്റർ നീളം ഉയർത്തിയ ശേഷമാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം നടത്തുന്നത്. ഗ്രാവലും തെങ്ങിൻ കുറ്റികളും ഇറക്കി ജോലികൾ പുരോഗമിക്കുന്നു. വടുതല ജെട്ടി ഭാഗത്തെ അപ്രോച്ച് റോഡ് നിർമ്മാണവും പുരോഗമിക്കുന്നു. വടുതല ജെട്ടി ഭാഗത്ത് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി 79 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. 300 മീറ്റർ റോഡ്, ഇരുവശവും ഓട, ഒരു കലുങ്ക് എന്നിവ നിർമ്മിക്കുന്നുണ്ട്. പൂവന്തറ ഭാഗത്ത് 189 സെൻറ്റ് സ്ഥലം അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്തിട്ടുണ്ട്.
ഇവിടെയും 300 മീറ്റർ നീളത്തിൽ റോഡ് നിർമ്മിക്കും. ഒരു കലുങ്കും നിർമ്മിക്കാനുണ്ട്. ഇരുവശങ്ങളിലും ഓരോ മീറ്റർ നടപ്പാതയും കാനയും ഉൾപ്പെടെ 9.5 മീറ്ററാണ് അപ്രോച്ച് റോഡുകളുടെ വീതി. 1155 മീറ്ററാണ് പാലത്തിൻ്റെ നീളം. തെരുവ് വിളക്ക് സ്ഥാപിക്കൽ, ടാറിംഗ്, പെയിൻറ്റിംഗ് തുടങ്ങിയവയാണ് ഇനി പാലത്തിൽ ചെയ്യാനുള്ളത്. സംസ്ഥാനത്തെ കായലിലെ ഏറ്റവും നീളമേറിയ പാലമാണ് പെരുമ്പളം പാലം. ഇരുവശങ്ങളിലും 1.5 മീറ്റർ നടപ്പാത ഉൾപ്പെടെ 11 മീറ്ററാണ് വീതി. പാലത്തിന് മധ്യത്തിൽ 3 ആർച്ച് ബീമുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയുടെ 12 മീറ്റർ വീതിയുമുണ്ട്. കിഫ്ബിയിൽ നിന്ന് 100 കോടി രൂപയാണ് ചെലവ്. 2016-17 വർഷത്തെ സംസ്ഥാന ബജറ്റിലേതാണ് പദ്ധതി. 2021 ജനുവരിയിലാണ് തറക്കല്ലിട്ടത്. കഴിഞ്ഞ ഡിസംബറിൽ പാലം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. സാങ്കേതിക തടസ്സങ്ങളിലാണ് വൈകിയത്. വരുന്ന മഴക്കാലം നിർമ്മാണത്തെ ബാധിച്ചേക്കാമെന്ന നിഗമനത്തിലാണ് സെപ്റ്റംബറിൽ പൂർത്തിയാക്കൽ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുന്ന കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ പറയുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാർ. വള്ളവും ബോട്ടും ജങ്കാറും മാത്രം യാത്രാ സൗകര്യമുള്ള പെരുമ്പളം ദ്വീപ് നിവാസികൾക്ക് പാലം വലിയ അനുഗ്രഹമാകും. ദ്വീപ് നിവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് പെരുമ്പളം പാലം. പാലം തുറന്നാൽ പെരുമ്പളത്ത് നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് KSRTC ബസ് സർവീസുകൾ തുടങ്ങുന്നതിൻ്റെ നടപടികളും പുരോഗമിക്കുന്നു. ടൈം ന്യൂസ്, ചേർത്തല. കേരള സംഗീത നാടക അക്കാദമിയും സംസ്കൃതി ആലപ്പുഴയും സംയുക്തമായി പറവൂരിൽ സംഘടിപ്പിച്ച നാടക ശില്പശാലയ്ക്ക് സമാപനമായി. സലാം MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു സമൂഹത്തിന്റെ മാറ്റം കുറിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് നാടകമാണ്. അത് വിശേഷിച്ച് നമ്മളെല്ലാം പഠിച്ചു പോകുന്ന കേരളത്തിലെ ചരിത്രം, അത് ഏത് കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാലും കാണാൻ പറ്റും. നവോത്ഥാനത്തിന്റെ മുമ്പിൽ നോക്കിയാൽ കാണാം. അതിന്റെ ഭാഗമായി അതിന്റെ തുടർച്ചയായി ഉയർന്നു വന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് നോക്കിയാൽ കാണാം. അവിടെ നിന്നെല്ലാം നമ്മുടെ കേരളം ഇന്ന് വളർന്ന് മുന്നോട്ട് പോകുന്ന എല്ലാ ഘട്ടങ്ങൾ നോക്കിയാലും കാണാൻ പറ്റും. നമ്മുടെ കേരളം എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി മാറിയതില്ലായ ഉത്തരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്വാഭാവികമായി മാറാതെ ബോധപൂർവമായ ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ സമൂഹം ഇന്ന് കാണുന്ന പോലും മാറി. ആ മാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് നമ്മുടെ സാഹിത്യത്തിനുള്ളത്, എല്ലാ തരം കലകൾക്കുമുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരുപൂജ പുരസ്കാര ജേതാക്കളായ KKR കായ്പുറം, സുദർശനൻ വർണ്ണം, KPAC ലളിത പുരസ്കാര ജേതാവ് ആലപ്പി ഇഷികേശ്, കെടാമംഗലം ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് അലിയാർ പുന്നപ്ര എന്നിവരെ സലാം MLA അനുമോദിച്ചു. കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷാജഹാൻ ക്യാമ്പ് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കേന്ദ്ര കലാസമിതി ചെയർമാൻ അലിയാർ M മാക്കിയിൽ അധ്യക്ഷനായി. സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം ചേർത്തല രാജൻ, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP സരിത, പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി ജോബ് ജോസഫ്, രമേശ് മേനോൻ, ബിമൽ റോയി, സുബൈർ, രവീന്ദ്രൻ സർഗവേദി, നൂറനാട് സുഗു എന്നിവർ സംസാരിച്ചു. ഹരിപ്പാട് രവിപ്രസാദ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് നാടകാവതരണവും നടന്നു. ടൈം ന്യൂസ്, അമ്പലപ്പുഴ. നിർധന കുടുംബത്തിന് തണലൊരുക്കി ആലപ്പുഴ സൗത്ത് ലയൺസ് ക്ലബ്ബ്. ആര്യാട് കൂട്ടുമ്മേൽ പരേതനായ ബാബുവിൻ്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ച് നൽകിയത്. സലാം MLA താക്കോൽദാന കർമ്മം നിർവഹിച്ചു. ആലപ്പുഴ ആര്യാട് കൂട്ടുമ്മേൽ പരേതനായ ബാബുവിൻ്റെ കുടുംബത്തിന് ലയൺസ് ക്ലബ്ബ് നിർമ്മിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽദാനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ ഒത്തിരി സന്നദ്ധ സംഘടനകളും സാമൂഹ്യ സംഘടനകളും ഒക്കെ നിരവധിയാകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയുള്ള മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. പലതിൻ്റെയും വാതിൽ എങ്ങനെ മുട്ടണമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് പലപ്പോഴും പലത് ലഭ്യമാകാറില്ല. അർഹതപ്പെട്ടവർ നമ്മുടെ നാട്ടുപ്രദേശത്ത് കാണാം. പക്ഷെ അവരെ കണ്ടറിയുവാൻ, അവരെ സഹായിക്കാൻ, അതിനുള്ള ഏതെങ്കിലും ഒരു മാർഗം കണ്ടെത്താൻ അതിന് പലപ്പോഴും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർക്ക്, പൊതുപ്രവർത്തകർക്ക് കഴിയാതെ വരുമ്പോഴാണ് അപൂർവ കേസുകളെങ്കിൽ പോലും ഈ ഒറ്റപ്പെടലിൻ്റെതാകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെയാണ് 7 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ച് നൽകിയത്. ബാബുവിൻ്റെ ഭാര്യ സലി താക്കോൽ ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കിഷോർ ചാറ്റർജി അധ്യക്ഷത വഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് ഗവർണർ KP പീറ്റർ, പ്രോജക്റ്റ് കോർഡിനേറ്റർ പ്രൊഫസർ TN പ്രിയകുമാർ നന്ദഗിരി, റീജിയണൽ ചെയർമാൻ PJ എബ്രഹാം, സോൺ ചെയർമാൻ സെബാസ്റ്റ്യൻ താന്നിക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ KP ഉല്ലാസ്, ലതിക ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചെങ്ങന്നൂരിൽ മയക്കുമരുന്ന് വേട്ട.
9 ഗ്രാം മെത്താഫെറ്റാമിൻ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. യുവാവ് പിടിയിൽ. ചെങ്ങന്നൂർ പിരളശ്ശേരി ഭാഗത്തു നിന്നും 9 ഗ്രാം മെത്താഫെറ്റാമിനാണ് കണ്ടെടുത്തത്. ചെങ്ങന്നൂർ പിരളശ്ശേരി സ്വദേശി 30 വയസ്സുള്ള അഖിൽ പ്രസന്നൻ പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്ന് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മെത്താഫെറ്റാമിനാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. മയക്കുമരുന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവ് എക്സൈസ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ചെങ്ങന്നൂർ റേഞ്ച് ഇൻസ്പെക്ടർ ബി സജീവ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജോഷി ജോൺ, ബിജു പ്രകാശ്, കെ ആനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് വേട്ട നടത്തിയത്. മുഹമ്മ മാവിൻചുവട് റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികം വർണ്ണാഭമായി. മകരോത്സവം എന്ന പേരിലാണ് വാർഷികാഘോഷ പരിപാടികൾ ഒരുക്കിയത്. നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ മാവിൻചുവട് റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികം വർണ്ണാഭമായി. മകരോത്സവം എന്ന പേരിലാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അടിവരയിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ വൃദ്ധന്മാരെ, നിങ്ങളുടെ അച്ഛനമ്മമാരെ, അപ്പൂപ്പന്മാരെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരിക. മൂപ്പരെന്നെ കൊണ്ടുപോകാത്ത കള്ള് ഷാപ്പിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും എന്നെ കൊണ്ടുപോകായിരുന്നു. ബാക്കി എല്ലാ സ്ഥലത്തും മൂപ്പരെന്നെ കൊണ്ടുപോകും. ഏറ്റവും പ്രധാനം അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ മുതലൊരു സംസ്കാരം ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ബാക്കിയുള്ള 100 കൂട്ടം ജോലി തിരക്കും 100 കൂട്ടം തിരക്കിനിടയ്ക്കും നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെടാതെ ഒരു കുടുംബത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരാൻ, കുടുംബത്തിലെ പ്രായമുള്ളവരെ മാനിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന തലമുറയെ വാർത്തെടുക്കാൻ കഴിയണമെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു. കുട്ടികളെ സന്മാർഗ വഴികളിലൂടെ കൈപിടിച്ച് നടത്താൻ കഴിയാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. മാതാപിതാക്കളുടെ തിരക്കിൽ കുട്ടികൾക്ക് അന്യമായ കരുതൽ നൽകാൻ മുതിർന്നവർക്ക് കഴിയുമെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് ബി രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മുഹമ്മ SHO ലൈസാദ് മുഹമ്മദ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഡോക്ടർ എസ് ജയശ്രീ, പഞ്ചായത്ത് അംഗങ്ങളായ ND റെജി, ബി വിഷ്ണു, M ചന്ദ്ര, സ്വാഗത സംഘം ചെയർമാൻ അനിൽ നീലാംബരി, മണികുമാരി, ബി രത്നകുമാർ, CK മണി, ചീരപ്പഞ്ചറ, KK കുഞ്ഞുമണി, T അശ്വതി, സാനു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ മാറ്റുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലവിധ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന കേരളത്തെ രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് നോക്കുന്നതെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ആലപ്പുഴ ബീച്ചിൽ എൻ്റെ കേരളം പ്രദർശന വിപണനമേള ആരംഭിച്ചു. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മെയ് 12 സമാപിക്കും. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് മുന്നോടിയായി ആലപ്പുഴയിൽ ഇടതുമുന്നണി റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിൽ നടന്ന റാലിയും സമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ബുധനാഴ്ച വത്തിക്കാനിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അമ്പലപ്പുഴയിൽ കുഞ്ചൻ ദിനാഘോഷം. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിലുള്ള കുഞ്ചൻ ദിനാഘോഷത്തിൻ്റെയും സ്മാരക മന്ദിരത്തിൻ്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. തലസ്ഥാനത്ത് സാംസ്കാരിക ഡയറക്ടറേറ്റ് ആരംഭിക്കുമെന്ന് സജി ചെറിയാൻ. പെരുമ്പളം നിവാസികളുടെ ചിരകാല സ്വപ്നം സഫലമാവുന്നു. പെരുമ്പളം പാലം യാഥാർത്ഥ്യത്തിലേക്ക്. സെപ്റ്റംബറിൽ പാലം നാടിന് സമർപ്പിക്കാൻ സാധ്യത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.